നമുക്കെല്ലാവർക്കും ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ ഇന്ത്യക്കാർ എന്നോർത്ത് അഭിമാനിക്കുക. നമ്മുടെ സ്വന്തം ശുഭാംശു അല്ലേ, അദ്ദേഹം തിരികെ വരികയാണ് മറ്റ് 3 പേർക്കൊപ്പം. അപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ ദൂരം യാത്ര ചെയ്യാൻ തന്നെ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. അതും കുറച്ച് ദിവസം തങ്ങേണ്ടി വരുന്ന യാത്രകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയ്ക്ക് നമ്മളെടുക്കുന്ന തയ്യാറെടുപ്പും ഇതുപോലെ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നു, അവിടെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ, അവിടെ എത്തിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്ര നാളത്തെ പരിശീലനത്തിന് ശേഷമാണ് അദ്ദേഹം എത്ര മണിക്കൂറുകൾ സഞ്ചരിച്ച് എത്ര ദൂരം പിന്നിട്ടാണ് അങ്ങനെ ആ ബഹിരാകാശ നിലയത്തിലെത്തിയത്. എത്രയോ രാവും പകലും ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ കണ്ടു. എൻ്റെ ഒരു അറിവിൽ 200-ന് മുകളിൽ രാത്രിയും പകലും അദ്ദേഹം കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്ന നമ്മൾ ഇപ്പം ചിന്തിക്കുന്ന ആ ഒരു രീതിയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ, അച്ഛൻ, അമ്മ, ഭാര്യ അല്ലേ, മകനോ മകളോ ആരോ ഒരു കുട്ടിയുണ്ട്. അപ്പം അവരെല്ലാവരുടെയും മനസ്സിലെന്തായിരിക്കും അല്ലേ? ശരിയാണ്, വലിയൊരു അപകടം പിടിച്ച കാര്യമാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അവിടെ എത്തിപ്പെട്ടിട്ട് തിരിച്ചു വരുന്നത്, കാരണം സുനിത വില്യംസൊക്കെ പോയിട്ട് എത്ര നാളിന് ശേഷമാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇദ്ദേഹവും 10-ാം തീയതി തിരിച്ചു വരാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷേ പസഫിക് സമുദ്രത്തിലോ മറ്റുമാണ് ഈ പേടകം ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് പിന്നെ നീട്ടി വെച്ചിട്ട് ഏതായാലും ഇന്നത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേക്കും അവർ ഭൂമിയിലെത്തും. അതിനുശേഷം ഒരാഴ്ച ഒരു നിരീക്ഷണമൊക്കെ ഉണ്ട്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നാളെ ആ ദിവസത്തിനായിട്ട്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഒരു വാർത്ത എന്നതിൽ ഉപരിയായിട്ടൊന്നും വലുതായിട്ടൊന്നുമില്ല. പക്ഷെ ആ വീട്ടുകാരുടെ ആ ഒരു ഫീലിംഗ്, ഇന്നൊരു രാത്രി അവരെ, പ്രത്യേകിച്ചും ഭാര്യ, ഇന്നൊരു രാത്രി തരണം ചെയ്യാൻ അവരെന്തോരം ബുദ്ധിമുട്ടുമായിരിക്കും. ഈ ചിന്തകൾ, കാരണം ആകാശം, ഭൂമി അല്ലേ, അതിൻ്റെ ആ ഒരു വിടവ്, അത് ഭൂമിയിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ യാത്ര അല്ലേ, എന്തൊക്കെയാണ്. നമ്മളിപ്പം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഫ്ലൈറ്റ് ദൂരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ വരുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ബന്ധുക്കൾക്ക് ഉണ്ടാകുന്ന ആകാംക്ഷ, അതും കുറേ ചിന്തകളും, അതിനെയൊക്കെ അപ്പുറത്തേക്ക് എത്രമാത്രം ഇവരുടെ മനസ്സിൽ ടെൻഷൻ കാണും, എത്രയാണെന്ന് പറഞ്ഞാലും. അത് നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളാണ്, നമുക്ക് പ്രിയപ്പെട്ടവരാണ് പോയെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് വരുന്നത്. ഞാൻ ഇന്നൊക്കെ അവരുടെ ലൈവ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അത് അവിടെ നിന്ന് തിരിച്ചു വരുന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച്. അപ്പം കുറച്ചൊക്കെ ഞാൻ കണ്ടു. പിന്നെ നെറ്റില്ല, വൈഫൈ ഇന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ലൈവിൽ വരാൻ പറ്റില്ല. നമുക്കെന്നാലും ഒരു 5 മിനിറ്റെങ്കിലും ശ്രമിക്കാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ് ഞാൻ. അങ്ങനെ BSNLകാരുടെ രീതിയല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പം അവരെത്രയും പെട്ടെന്ന് എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു സമയമുണ്ട്. സമയമാകുമ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ലാതെ ഭൂമിയിലേക്ക് വീണ്ടും വരട്ടെ. അതിനുശേഷവും ആർക്കും ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ സ്വന്തം ശുഭാംശുവിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ വാനനിരീക്ഷണം എന്ന് പറഞ്ഞാൽ. ആകാശം നോക്കാനും അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണുമ്പോൾ, കുറേ നക്ഷത്രങ്ങൾ ഓടുന്നതൊക്കെ നമുക്ക് എല്ലാ ദിവസവും കാണും. നക്ഷത്രം ഓടുക എന്ന് പറയുന്നത് അത് അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇതുവരെ നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടി പോയി കുറേ 3-4 ദിവസം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ മഴമേഘം, പിന്നെ ഇരുട്ടില്ലായ്മ, അതൊക്കെ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം രാത്രി 8 മണിയുടെ സമയത്ത് പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ നോക്കി നിന്ന് എനിക്കത് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്.
കാരണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് കാണണം. അതെത്ര വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു, വാർത്തയായാലും ഗൂഗിളായാലും നോക്കുന്നവർക്ക് അറിയാമായിരുന്നു ഇന്ന ദിവസം ഇതുവഴി പോകുന്നു. പക്ഷേ അത് കാണാനായിട്ട് മെനക്കെട്ടവർ കുറച്ച് പേരെ കാണുള്ളൂ. എങ്കിൽ അതെപ്പോഴും നടക്കുന്ന കാര്യമല്ല, എന്നും കാണാൻ പറ്റില്ല. എത്രയോ മാസങ്ങൾ കൂടി വരുമ്പോൾ ഭൂമിയുടെ അടുത്ത് വരുന്നു, അത് ഇതുപോലെ ആൾക്കാർ പറയുന്നു. പ്രത്യേകിച്ചും ഈ പ്രാവശ്യത്തെ ആ വരവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ സ്വന്തം ആൾ ഉണ്ട് അതിനകത്ത്, അല്ലേ? അപ്പം അതൊക്കെ നമുക്ക് പ്രത്യേകതയുള്ളതായിരുന്നു. കണ്ടവരൊക്കെ നല്ല ആളുകൾ, മറ്റൊരു മോശമെന്നൊന്നുമല്ല, നന്നായി കാണാൻ പറ്റിയവർക്ക് നല്ലൊരു കാഴ്ച, അല്ലേ? കാരണം ഇനിയും ഒരു യാത്ര ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും പോകുന്നത് ഇപ്പോഴൊന്നുമില്ല. അപ്പോൾ ഇനി എന്താവുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കാണാൻ പറ്റിയവർക്ക് അത് ഒരു ഭാഗ്യമായിട്ടിരിക്കട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാം ശുഭമായി മാറട്ടെ, ഒരു കുഴപ്പമില്ലാതെ അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അവർ അവിടെ അനുഭവിച്ചത് അല്ലെങ്കിൽ പങ്കുവച്ച കാര്യങ്ങളെല്ലാം, എന്തൊക്കെ ഫുഡൊക്കെ പങ്കുവയ്ക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മളോട് എന്തായാലും പങ്കുവയ്ക്കും. അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ.